രോഗശാന്തിക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന കൂട്ടരുണ്ട്. In different places or in different families, we can see many individuals who just pray to God for their healing. പക്ഷെ കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ രോഗത്തോടു കൂടി യേശുവിനെ നന്നായിട്ട് അറിയണം എന്നുള്ളതാണ്. But what God is desiring is not just a healing, rather He desires to make us understand who is God or to make believe in Him. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടതിനാണ് നിങ്ങൾക്കൊരു രോഗം വന്നുവെങ്കിൽ യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ ആ സൗഖ്യം ലഭിക്കത്തുള്ളൂ. ഷാലോം മന്നയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. Welcome to Shalom Manna. കർത്താവിന്റെ വചനം കൊണ്ട് ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for getting an opportunity to serve God with the scriptures. ഒപ്പം തന്നെ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ഭാഗ്യ പദവിയായി നിങ്ങൾ കണക്കാക്കണം. You should also see it as a great opportunity to learn the scriptures tonight. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനം എന്നേക്കും സ്ഥിരമായി നിലനിൽക്കും. The grass and flowers becomes dry, but the word of God is healthy every time. ദൈവത്തിന്റെ വചനത്തിന് എപ്പോഴും ശാശ്വതമായ ഒരു നിലനിൽപ്പുണ്ട്. There is a permanent continuation for the word of God. ഇന്നത്തെ വചനം തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമാകും എന്നുള്ളതിന് സംശയമില്ല. And today's word is going to be a great blessing for you. There is no doubt regarding this. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇപ്രകാരം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. The Gospels of John chapter 9 verse 3 says that അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. Jesus answered, neither did this man sin nor his parents, but that the work of God should be made manifest in him. പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. What we can see here is a blind person is get healed by the grace of God. ശിഷ്യന്മാർക്കൊരു സംശയമുണ്ടായിരുന്നു, ഇവൻ പിറവിയിലെ ജന്മന ഇവൻ കുരുടനാകാനുള്ള കാരണമെന്ത് എന്ന്. There was a doubt among the disciples that how a blind person who has been blind from the birth can be healed and get the vision. ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു വാഞ്ച ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. The disciples were very excited to know that why he became blind in his birth. Is it because of the sins committed by his parents or the sins by himself? What is that? They were so excited to know that. ശിഷ്യന്മാർ വിചാരിച്ചു, ഇത് ആരെങ്കിലും പാപം ചെയ്തത് കൊണ്ടാണ് ഇവൻ ജന്മനാ കുരുടനായി തീരാൻ കാരണമായി തീർന്നു എന്നുള്ളത്. The disciples thought that there was a presence of sin somewhere around, that is why he became blind. സാധാരണ രോഗം കടന്നു വരുമ്പോൾ ആരെങ്കിലും പാപം ചെയ്തത് കൊണ്ടാണ് ആ രോഗം വരുന്നു എന്നുള്ളതായിരുന്നു ശിഷ്യന്മാരുടെ ബലമായ സംശയം. There was a fact in the minds of disciples that, or they believed that a person gets sick when he or she commits sin. യേശു അവർക്ക് ഉത്തരം കൊടുത്തത്, ഇവൻ പാപം ചെയ്തിട്ടല്ല, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടുമല്ല, ദൈവനാമം മഹിമപ്പെടുവാനാണ്. But Jesus answered or replied to them that that sickness that he had is not because of any sins that his parents did or by him, but it is for something else. ചില രോഗങ്ങൾ കടന്നു വരുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. Some sickness come to our life for the revealing of the glory of God. ചില രോഗങ്ങൾ വരുന്നത് ദൈവനാമം മഹിമപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. Some sickness come to our life to see some work of God. ചില രോഗങ്ങൾ വരുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. Some sickness come to our life to build our faith in God. ചില രോഗങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കർത്താവിനോട് കുറച്ചുകൂടെ അടുക്കാൻ വേണ്ടിയിട്ടാണ്. Some sickness come to our life to make our life more closer to God. നിങ്ങൾ ഒരുപക്ഷെ രോഗിയായിരിക്കുന്നുവെങ്കിൽ എല്ലാം നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് ആകണമെന്നില്ല. If you are a sick person right now, it cannot be manifested that it is just because of the sin that you have done. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പാപം നിമിത്തം നിങ്ങൾ രോഗിയാകാനും സാധ്യതയുണ്ട്. But at the same time, there is a possibility that you become sick due to the sins that you have committed. പക്ഷെ എല്ലാ സാഹചര്യത്തിലും അതപ്രകാരം തന്നെ നടക്കണമെന്നില്ല. But every time it cannot be said that it is just because of the sin. ദൈവവിശ്വാസം നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കടന്നു വരുവാൻ
ചിലപ്പോൾ നിങ്ങൾ രോഗിയാകാം. To bring the faith in God into your family or into your life, sometimes sickness come to our life. കർത്താവിന്റെ അത്ഭുതം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന്റെ മുഖാന്തരം വേണം. There is a mean which is required to bring the glory of God into our family. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ വീട്ടിൽ കടന്നു വരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മുഖാന്തരം ആവശ്യമാണ്. To bring the glory of God into your family, there is a need of any type of means. അതിന് ചിലപ്പോൾ രോഗങ്ങൾ കാരണമായിരിക്കാം. Sometimes our sickness may become a mean. ഒരുപക്ഷെ നിങ്ങളിൽ ആരൊക്കെയോ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് ഒരു രോഗശാന്തി കിട്ടിയത് മുഖാന്തരമാകാം. Sometimes you may have accepted Christ as your savior due to the sickness that you have experienced in your past life. നിങ്ങളിൽ ആരൊക്കെയോ ദൈവത്തെ വ്യക്തമായി രുചിച്ചറിഞ്ഞത് നിങ്ങൾ രോഗത്തിൽ നിന്ന് യേശു നിങ്ങൾക്ക് സൗഖ്യം തന്നതുകൊണ്ടാണ്. Some of you recognize God as your savior or Jesus as your God when you were healed from your sickness. അതുകൊണ്ട് എല്ലായിടങ്ങളിലും പാപം നിമിത്തമല്ല, നമ്മൾ ദൈവത്തെ കൂടുതലൊന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ രോഗങ്ങൾ വരാം. Therefore, everywhere that we see or everywhere that we experience a sickness, it is just not because of the sin. It can also come to a life for the work of God. ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ രോഗിയാണ് എങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങൾ വെളിവാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രോഗിയായത്. When you are listening to us right now, if you are a sick person, you should recognize or you should understand that you are sick because there is a work of God waiting to come to your life. ആ സാഹചര്യമാണെങ്കിൽ പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ രോഗം മാറും. If you are in such a situation, just relying on prayer does not make a sense. At the same time, you should have the prayer. At the same time, you should also make your mind to know God. പലപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന കൂട്ടരുണ്ട്. In different places or in different families, we can see many individuals who just pray to God for their healing. പക്ഷെ കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ രോഗത്തോടുകൂടി യേശുവിനെ നന്നായിട്ട് അറിയണം എന്നുള്ളതാണ്. But what God is desiring is not just a healing, rather He desires to make us understand who is God or to make believe in Him. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടതിനാണ് നിങ്ങൾക്കൊരു രോഗം വന്നുവെങ്കിൽ യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ ആ സൗഖ്യം ലഭിക്കത്തുള്ളൂ. Dear brothers and sisters, if a sickness has come to your life or into your family, if God's desire for that sickness or purpose behind that sickness is to make you know who is God, then only when you know the God, you will be healed. അതുകൊണ്ട് നാം എപ്പോഴും രോഗശാന്തി പ്രാപിക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. So, to receive a healing in our sickness, there is a great requirement that is to have a connection with God. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ശരീരങ്ങളിലാണ് പലപ്പോഴും വെളിപ്പെടാറുള്ളത്. In most of the time, God's work reveals or happens in our body. നമ്മുടെ ശരീരത്തെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. Jesus can heal our body. നമ്മുടെ മനസ്സിനെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. Jesus can heal our mind. പക്ഷേ അതൊരു ദൈവപ്രവൃത്തിയുടെ വെളിവാകലാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. But we should have a consciousness or an understanding that it is a work of God. ദൈവത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. We should believe that God can do all these things. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ സൗഖ്യമാക്കാൻ നിസ്സാരമാണ്. It is so easy for the God who has created us. നമ്മുടെ ശരീരവും മനസ്സും നന്നായി അറിയുന്ന ആളാണ് നമ്മുടെ ദൈവം. God knows our mind and body very well. തുടർന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ രോഗിയെ യേശു സൗഖ്യമാക്കാൻ തുടങ്ങുകയാണ്. God has decided to heal that person. ദൈവപ്രവൃത്തി ഇവിടെ നടക്കാൻ പോവുകയാണ്. God's work is going to reveal. കർത്താവ് അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു പ്രവൃത്തി തന്നെ ചെയ്യുവാൻ തീരുമാനിച്ചു. And God has decided to do a physical work itself for this. അവൻ നിലത്തേക്കൊന്ന് തുപ്പി. Jesus spit onto the ground. എന്നിട്ട് അതുകൊണ്ട് ചെളി ഉണ്ടാക്കി. And he has made mud. ആ ചെളി
കർത്താവ് ആ രോഗിയുടെ ആ കുരുടൻ്റെ കണ്ണിൽ പുരട്ടി. Then Jesus took that mud in his hand and he rubbed onto the eyes of that sick blind. തുടർന്ന് ശീലോഹം കുളത്തിൽക്ക് പോയി കഴുകാൻ പറഞ്ഞു. Then he asked the blind to go to the pool of Siloam to wash his eyes. ആ ദൈവപ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായി അവൻ ആ ചെളി പുരണ്ട കണ്ണുമായി തെരുവിലൂടെ നടക്കുക. To experience the work of God or miracle of God, this person is walking through the streets with this eyes which is covered by mud. പലരും അവനോട് ചോദിച്ചു, എന്തേ മുഖത്ത് ചെളി പറ്റിയിരിക്കുന്നു? Many people asked, why your face is having some mud on your face? അവൻ പറഞ്ഞു, യേശു ചെളി പുരട്ടി വിട്ടിരിക്കുകയാണ്. He replied to those people that Jesus has rubbed the mud on my eyes. പലരും അവനെ പരിഹസിച്ചു. Many people teased him. നിനക്ക് വേറെ ഒരു കാര്യമില്ലേ? Don't you have anything else to do? യേശു പുരട്ടിയ ചെളിയും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടോ? Is there a need that you need to walk with the mud on your eyes? പക്ഷെ അവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. But he had a great belief. തൽക്കാലത്തേക്ക് പലരുടെ ചോദ്യങ്ങൾക്കും എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ആൻസർ ചെയ്യാൻ കഴിയുന്നൊരു സമയം വരും. For the time being, you may not have a real or valid answer to the questions asked by people from around, but there will be a time when you can give a perfect reply. അപ്രകാരം തന്നെ അവൻ വിശ്വാസത്തോടെ അവൻ ആ ചേറ് ശീലോഹം കുളത്തിൽ പോയി കഴുകി. And he has went to the pool of Siloam and he has washed his eyes with the faith that he had. അവനോട് എവിടെ പോകാൻ പറഞ്ഞോ അവിടെ തന്നെ അവൻ പോയി. He has gone to the place where he was supposed or asked to go. ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് രോഗിയെ പറഞ്ഞു വിടണം എന്നുള്ളത്. It is a great requirement of God to make the sick person to travel to the place where he has decided for the sick person to reach. ഒരുപക്ഷെ രോഗി വിചാരിക്കുന്ന ഇന്ന സ്ഥലത്ത് എന്നെ പോയി കഴുകേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ദൈവത്തിന് നിർബന്ധം ഇന്ന സ്ഥലത്ത് തന്നെ നീ പോകണം. Sometimes the sick may think that should I go to that particular or that specific place that God has asked me to, but God is very strict regarding that to make you reach to the right place that he has decided you to reach. ദൈവം പറഞ്ഞ സ്ഥലത്തെ അനുഗ്രഹമുള്ളൂ. You can experience the blessing or get the blessing at the place where the God has decided you to reach. ദൈവം പറയാത്തിടത്ത് നമുക്ക് അത്ഭുതം കിട്ടത്തില്ല. You will not get a blessing from a place that God hasn't told you to go. ദൈവം നമ്മെ എവിടെ അയക്കുന്നു അവിടെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. We have to go to the place where God has asked us to go. ആകയാൽ അവൻ ദൈവം പറഞ്ഞ സ്ഥലത്ത് പോയി കഴുകി. And that person went to the place where God has asked. അപ്പോൾ അവൻ അത്ഭുത രോഗശാന്തി കിട്ടി. At that time he has experienced a great അവിടെ healing. ദൈവപ്രവൃത്തി നടന്നു. There the work of God has been അവിടെ revealed. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. The work of God is revealed. കർത്താവ് കൈവീശിയല്ല സൗഖ്യമാക്കിയത്, അവനെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെ അവൻ സൗഖ്യം അനുഭവിച്ചു. The Lord hasn't waved his hand upon the sick person, but he has made the sick person to do some work for his healing. അവൻ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ഒരു അത്ഭുതം നടന്നു. When he did that work, he was healed. നിങ്ങൾ ദൈവം പറയുന്ന അനുസരിക്കുമ്പോൾ അത്ഭുതമുണ്ട്. When you obey what God say, you will have a healing. ദൈവം പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. You will have a blessing at the right place where God has asked you to go. നിങ്ങളുടെ ശരീരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. The work of God is going to reveal on your body. നമുക്ക് വിശ്വസിക്കാമോ? Can you believe? നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. കണ്ണുകളടയ്ക്കാം. Let us close our eyes. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളെല്ലാം മാറ്റി അവരെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, അനുഗ്രഹത്തോടെ ദൈവരെ സൂക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for giving us a great opportunity to learn your scripture from the Gospels of John chapter 9. And you have taught us that there is a need of obedience in our life. There is a time that you will help us to get a perfect response to the questions that has been asked by the Gentiles around us, Jesus. Lord, thank you for encouraging us
Thank you for revealing the truth of God through the Gospels, Jesus, tonight. Lord, we believe in you and we understand that the sickness that we have today is for the glory of God. The sickness that we have is just for the building of our faith. Thank you for hearing our prayer, Jesus. We pray for everybody who is listening us. Lord, bless all in Jesus' name. Amen. Amen. Amen.